ജന്തർ മന്ദറിൽ പ്രതിഷേധം തുടരുകയാണ്. ദില്ലി ആളി കത്തുകയാണ്. ഇന്നലെ ആയിരുന്നു രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള, അതായത് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള എംപിമാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. ആദ്യം CJP പാർട്ടിയുടെ ആവശ്യം എന്ന് പറഞ്ഞത്, അതായത് അഭിജിത് ദീപ്കയുടെ ആവശ്യം എന്ന് പറഞ്ഞത് വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ലിസ്റ്റുകൾ നീളുകയാണ്. സമരം തന്നെ മാറിയിരിക്കുകയാണ്. സമര രംഗത്തെ ആളുകളും മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും നാളും പ്രതിഷേധിച്ച് നിരാഹാരം കടന്നു വന്നവനെല്ലാം സൈഡിലാക്കിക്കൊണ്ട് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നുവെന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ ആ സമരത്തെ നിയന്ത്രിക്കുന്നത്. എന്നാൽ ഈ രാഹുൽ ഗാന്ധി വരാൻ വേണ്ടി മാത്രം കാത്തു നിൽക്കുകയാണോ ഈ അഭിജിത് ദീപ്കയും അതേപോലെ ഒമർ അബ്ദുള്ളയും എന്നാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും, അതായത് ജമ്മു കാശ്മീരില് സംസ്ഥാന പദവി വേണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നലെ ഒമർ അബ്ദുള്ള ഒരു സമരം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും നാളും ഈ 20 ദിവസവും വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ നിലനിന്നു പോകുന്ന, അല്ലെങ്കിൽ സമരം ചെയ്തു വന്നിരുന്ന CJP പാർട്ടി പെട്ടെന്നാണ് അക്രമാസക്തമാകാൻ തുടങ്ങിയത്. വാളുകൾ കൊണ്ട് നടക്കുന്നു, നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിന് ഉന്തും തള്ളുവേണ്ടാക്കി ആൾക്കാരെ ഭീതിപ്പെടുത്തുന്ന രീതിയിലൊക്കെയാണ് അവരുടെ സമരമുറകൾ മാറിയിരിക്കുന്നത്. ഇതിന് തുടക്കം തന്നെ അഭിജിത് ദീപ്കെ പറഞ്ഞൊരു കാര്യമുണ്ടായി, ഞങ്ങൾ വളരെ സമാധാനപരമായിട്ടാണ് സമരം ചെയ്യുന്നതെന്നാണ്. ഇങ്ങനെ സമാധാനപരമായിട്ട് സമരം ചെയ്യുകയാണെങ്കിൽ എന്തിനാണ് കൊടുവാളും അല്ലെങ്കിൽ വടിവാളും ഒക്കെ ആയിട്ട് ആ സമരഭൂമിയിൽ നടക്കുന്നത്? CJP പ്രൊട്ടസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ എന്തിനാണ് അങ്ങനെ നടക്കുന്നത് കൂടി ഇന്ത്യയിലെ ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കേണ്ടതാണ്. ഇനി സോനം വാങ്ചുക്കിലേക്കും കൂടി വരാം. ഈ സോനം വാങ്ചുക്ക് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ കശ്മീരിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു വാദം മാത്രമാണ്, അതായത് ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കിടന്ന് കളിക്കുന്ന ഒരു ഭാഗമാണ്. ഇന്ത്യയിലേക്ക് ചൈനയിലെ ആളുകൾ കയറി വന്നാൽ ഞങ്ങൾ അവർക്ക് അതിർത്തി കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും എന്നാണ് സോനം വാങ്ചുക്ക് പറഞ്ഞതെന്ന് ഒരു വാദം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഊഹാപോഹങ്ങളാണ് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് സോനം വാങ്ചുക്കിന്റെ NGO ആയ സെക്മോളിന്റെ FCRA ലൈസൻസ് റദ്ദാക്കിയത്? ഇതും കൂടി ഈ CJP പ്രൊട്ടസ്റ്റിനെ അനുകൂലിക്കുന്ന ആളുകളും സെലിബ്രിറ്റീസും ചലച്ചിത്രകാരന്മാരും ആക്ടിവിസ്റ്റുകളും എല്ലാം സംസാരിക്കേണ്ടതാണ്. കാരണം സോനം വാങ്ചുക്ക് എന്ന ഒരു വ്യക്തി, ഒരു ആക്ടിവിസ്റ്റ്, പൊതുസമൂഹത്തിലേക്ക് പൊതു താല്പര്യത്തോടെ സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് സെക്മോൾ എന്ന NGO വഴിയാണ്. അതിന്റെ സ്ഥാപിച്ച ശേഷമാണ് കൂടുതൽ ഉദാര മനസ്കതയോടുകൂടി മറ്റുള്ളവർ, ഞാൻ ഗാന്ധിയനാണെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് സ്വയം വിശ്വസിപ്പിച്ച് അദ്ദേഹം സമരഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ഈ സെക്മോളിന്റെ മറവിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും ചോദിച്ചാൽ അദ്ദേഹത്തിന് വ്യക്തമില്ല. സ്വീഡനിൽ നിന്നും ഒരു വിദേശ പണം അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ NGO കൈപ്പറ്റിയിട്ടുണ്ട്. 4,93,000 രൂപയോളമാണ് അദ്ദേഹത്തിന്റെ NGO കൈപ്പറ്റിയത്. എന്നാൽ ഈ NGO ആ പണം എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നുള്ള കണക്കുകൾ വ്യക്തമല്ല. കണക്കുകളെ ക്രമക്കേടാണ് NGOക്ക് കിട്ടിയ ആദ്യത്തെ അടി. പിന്നെ രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരായിട്ടുള്ള ഒരു ഉള്ളടക്കവും FCRAയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ FCRA ഭേദഗതി അനുസരിച്ച് ആ ലൈസൻസ് റദ്ദാക്കപ്പെടുകയാണെന്നാണ് പറയുന്നത്. ഇത് ഒന്നാമത്തെ സംഘടനയാണെങ്കിൽ, സോനം വാങ്ചുക്കിന്റെ രണ്ടാമതൊരു ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ് ലഡാക്ക് എന്ന് പറഞ്ഞ ഒരു സംരംഭം കൂടി സോനം വാങ്ചുക്കിനുണ്ട്. എന്നാൽ ഈ സംരംഭത്തിലും വിദേശ ഫണ്ട് കൈപ്പറ്റിയതായിട്ട് രേഖയുണ്ട്. അതിന്റെ അന്വേഷണം കേന്ദ്ര അന്വേഷണ ഏജൻസി 2 മാസം മുമ്പ് ആരംഭിച്ചതേയുള്ളൂ. ഈ 2 മാസ കാലയളവിലാണ് 20 ദിവസത്തില് ഇവിടെ സോനം വാങ്ചുക്ക് ഈ സമരഭൂമിയിൽ വന്ന് കിടക്കുന്നത്. അപ്പോൾ സോനം വാങ്ചുക്കിന്റെ വാദം എന്ന് പറയുന്നത് ഇന്ത്യയിലെ യുവാക്കളുടെ തൊഴിലില്ലായ്മയോ അല്ലെങ്കിൽ ഭാവിയൊന്നുമല്ല, FCRA ഭേദഗതിക്കെതിരെ മാത്രമാണ് സോനം വാങ്ചുക്ക് അന്നും ഇന്നും എപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും അറിയാതെ ഇവിടെയുള്ള സെലിബ്രിറ്റീസും ആക്ടിവിസ്റ്റുകളും ഫെയിമിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ CJP പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ വിടുതൽ പാർട്ടിയാണെന്ന് പൊതുസമൂഹം എടുത്തു പറയേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോനം വാങ്ചുക്കാണ് ഏറ്റവും വലിയ ഉദാഹരണം. രണ്ടാമത് അരുന്ധതി റോയ്. ഇന്ത്യ കശ്മീരിന്റെ ഭാഗമല്ല എന്ന് പൊതുമധ്യത്തിൽ 7 വർഷങ്ങൾക്ക് മുമ്പ് ഈ അരുന്ധതി റോയ് എന്ന എഴുത്തുകാരി, നോവൽ പ്രൈസ് ജേതാവായ അരുന്ധതി റോയ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ വിരുദ്ധരുടെ എല്ലാവരുടെയും ഒരു സംസ്ഥാന സമ്മേളനം കൂടിയാണ് CJP പാർട്ടി എന്ന് പറയുന്നതിൽ യാതൊരു വിദ്വേഷവും ആരും വിചാരിക്കേണ്ട കാര്യമില്ല. ടൊവിനോ തോമസ് ഉൾപ്പെടെയുള്ള ചലച്ചിത്രകാരന്മാർ സംസാരിച്ചിരിക്കുന്നത്, ടൊവിനോ തോമസ് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സമരം ശരിയും തെറ്റും ആയിക്കോട്ടെ, പക്ഷേ ഈ വിദ്യാർത്ഥികളെ, അതായത് സമാധാനപരമായിട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ കൈകാര്യം ഹാൻഡിൽ ചെയ്യേണ്ടത് ഇപ്രകാരമല്ലെന്നാണ്. അങ്ങനെയാണെങ്കിൽ സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി ടൊവിനോ പറഞ്ഞു തരണം. സമാധാനപരമായിട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ദില്ലി പോലീസുകാരുടെ നേരെ പെപ്പർ സ്പ്രേ എറിയാൻ ആരാണ് അവർക്ക് അവകാശം നൽകിയത്? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സമാധാനപരമായിട്ട്
ഏത് യുവാവിനും അല്ലെങ്കിൽ ഇന്ത്യൻ പൗരനും സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ അത് അക്രമാസക്തമായി കഴിഞ്ഞാൽ ദില്ലിയിലെ പോലീസിന് അവരെ കൈകാര്യം ചെയ്യാനുള്ള അവകാശം കൂടിയുണ്ട്. കാരണം ക്രമസമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചില ആളുകളെ നിയന്ത്രിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിയമിച്ചിരിക്കുന്നത്. അവരുടെ ഡ്യൂട്ടിയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു തുടക്കത്തിലെ പ്രകോപനപരമായിട്ട് പെപ്പർ സ്പ്രേ കൊണ്ട് അടിക്കുമ്പോൾ അപ്പോൾ അവര് അക്രമാസക്തരാണോ അതോ സമാധാനപരമായിട്ടാണ് സമരം ചെയ്തതെന്ന് താങ്കൾക്ക് ഇനിയും ഉറക്കെ പറയാൻ കഴിയുമോ എന്നാണ് നമ്മുടെ ചോദ്യം. ഇതേപോലെ പല ആളുകളും പല തരത്തിലും CJP പാർട്ടിയെ പ്രൊപ്പഗണ്ടയായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതിന്റെ പുറകിൽ മറ്റൊരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ജമാഅത്തെ ഇസ്ലാമി, ബംഗ്ലാദേശിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കത്ത് നമ്മളുടെ CJP പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ കത്തിൽ പറയുന്നത് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നവരെല്ലാം വിശ്വസ്തരായ സഹോദരങ്ങളെ പോലെയാണെന്നാണ്. നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമി അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ച് അധികാരത്തിൽ കയറിയതാണ്. പിന്നെയാണ് അവിടെ ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയെ കൊന്നൊക്കെ കളയേണ്ടി വന്നത്. ഏതോ ഒരു അജ്ഞാതനാൽ വെടിയുണ്ട കൊണ്ട് അയാൾ ചത്തുപോയെങ്കിലും പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് അവിടെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളുടെ ക്രൂരമായിട്ടുള്ള വേട്ടകളാണ്. അതായത് എന്തോരം ഹിന്ദു കുടുംബത്തിലെ പെൺകുട്ടികളാണ് അവിടെ പിച്ച് ചീന്തപ്പെട്ടത്. അതുപോലെ യുവാക്കളാണെങ്കിലും കള്ളക്കേസ് പോലെ കുടുക്കി. നമ്മൾ ദീപുവിന്റെ കഥ തന്നെ നമുക്ക് കേട്ടാൽ മതിയല്ലോ. കാരണം ദീപുവിനെ കള്ളൻ എന്ന് വലിച്ചഴിച്ചു വന്ന് നാട്ടുകാരുടെ മുന്നിൽ ആൾക്കൂട്ടം വിചാരണ ചെയ്ത് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി കത്തിച്ച് കളഞ്ഞിട്ടാണ്, എന്നിട്ടും അല്ലാഹു അക്ബർ എന്ന് വിളിച്ചിട്ടാണ് ഇവരുടെ, എന്നിട്ടും ആ മൃതശരീരത്തോട് ഇവർ അനാദരവ് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം എത്ര ഉദാഹരണങ്ങളാണ്. ഇങ്ങനെയുള്ള ഈ ജമാഅത്തെ ഇസ്ലാമിയാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഇന്ത്യയിലെ CJP പാർട്ടിയുടെ സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് മറ്റൊരു സൂചനയാണ്. 2047 ആരൊക്കെയോ ഇവിടെ എന്തൊക്കെയോ സ്ഥാപിക്കും എന്ന് സ്വപ്നം കണ്ട് നടക്കുന്നവർക്ക് ഇതൊരു അവരുടെ എല്ലാവരുടെയും കൂടെയുള്ള ഒരു സംഗമം കൂടിയാണോ ഇതെന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത്. പെട്ടെന്ന് ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഉൾപ്പെടെയുള്ള എക്സിൽ ഉൾപ്പെടെയുള്ള പലതിലും അഭിജിത്ത് ദീപ്കെ ഒരു സംരംഭം തുടങ്ങുന്നു, ഒരു അക്കൗണ്ട് തുടങ്ങുന്നു. ആ അക്കൗണ്ട് നിമിഷ നേരം കൊണ്ട് ഒരുപാട് ഫോളോവേഴ്സ് വരുന്നു. ഇതെല്ലാം നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന രാജ്യത്ത് ആർക്കു വേണമെങ്കിലും സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ വടിവാളും കൊടുവാളും കൊണ്ട് വന്നിട്ട് ഞങ്ങൾ തീർത്തും സമാധാനപരമായിട്ടാണ് സമരം ചെയ്യുന്നത് പറയുന്നത് കൊണ്ട് ആരും ഇവിടെ യോജിക്കുന്നില്ല. അതുകൊണ്ട് അക്രമാസക്തമല്ലാത്ത രീതിയിൽ സമരം ചെയ്തു കഴിഞ്ഞാൽ മാന്യമായ രീതിയിൽ 20 ദിവസം സോനം വാങ്ചുക്ക് നിരാഹാരം കിടന്നല്ലോ. ആരെങ്കിലും അവിടെ നിന്ന് വല്ല പ്രക്ഷോഭം ഉണ്ടാക്കിയ കോടതിയുടെ ഓർഡർ പ്രകാരം മാത്രമാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് 20 ദിവസമായി അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാണ്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിയത്. പക്ഷെ എന്നിട്ടും ഇവിടെ പാർലമെന്റിലെ വർഷകാല സമ്മേളനം തുടങ്ങുന്ന ദിവസം, അതായത് 20-ാം തീയതി തന്നെയാണ് ഇവിടെ പാർലമെന്റിലേക്ക് ഇവർ അക്രമം നടത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം സ്വരുക്കൂട്ടി CJP പാർട്ടിയിലെ അംഗങ്ങളെല്ലാം സ്വരുക്കൂട്ടി പാർലമെന്റിലേക്ക് ഒരു മാർച്ച് നടത്തിയത്. പക്ഷെ ഉച്ച കഴിഞ്ഞപ്പോൾ ഇവരുടെ വിധോ മാറി, മട്ടും മാറി, ഭാവം മാറി. കാരണം സമരത്തിന് ഇറങ്ങുമ്പോൾ പുരുഷന്മാരാണോ സ്ത്രീകളാണോ എന്ന് നോക്കാതെ അടിക്കുന്ന ഒരു സ്വഭാവമാണ് പോലീസുകാർക്കുള്ളത്. പക്ഷെ തിരിച്ചും പോലീസുകാരെ മാത്രം നമുക്ക് ഇതിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആ സംസ്ഥാനത്തിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അവരുടെ ജോലിയാണ്. അവരവിടെ ചെയ്തു തീർത്തത്, അല്ലാതെ മറ്റൊന്നുമല്ല. ആ ഒരു സമരഭൂമിയെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സ്ത്രീകളും പുരുഷന്മാരും എല്ലാം യാതൊരു ലിംഗഭേദവും ഇല്ലാതെ പോലീസുകാരെ ആക്രമിക്കുന്ന ഒരു വീഡിയോ വരെ ഇപ്പോൾ പ്രചാരണത്തിലുണ്ട്. പിന്നെ നീറ്റ് എക്സാമിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഇവർ അവിടെ സമരം ചെയ്യുന്നതെങ്കിൽ എന്തിനാണ് ആ സമരഭൂമിയിൽ ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരുന്ന പറഞ്ഞ് സമരം ചെയ്യുന്നത്? ഇതൊക്കെയാണോ നീറ്റ് എക്സാമിലെ മുഖ്യ വിഷയം? ഇനി മറ്റൊരു വസ്തുത, നീറ്റ് എക്സാമിലെ പിള്ളേരുടെ, അതായത് എഴുതിയ വിദ്യാർത്ഥികളുടെ ഭാവിനെ പറ്റി ഓർത്ത് വല്ലാതെ ആകുലപ്പെടുന്ന കോൺഗ്രസ്സുകാര് ഇതേ രണ്ടാമത് നീറ്റ് എക്സാം നടത്തി കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ റാലി കാരണം മറ്റൊരു നീറ്റ് എക്സാമിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയി ഒരുപാട് വിദ്യാർത്ഥികൾ പുറമെ നിന്ന് കരഞ്ഞ വീഡിയോ ഉണ്ട്. അവരുടെ ഭാവിയും കൂടി ആരാണ് സമാധാനം പറയുക എന്നുകൂടി കോൺഗ്രസ്സുകാർ ഈ ഒരു സമയത്ത് പറയേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇരട്ടത്താപ്പ് പറയുന്നു എന്നായി പോകും.